എന്നാൽ ഇന്ന് ഹിജ്റയുടെ 1-ാം വർഷം ആദ്യമായി പ്രത്യാക്രമണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. സൂറത്തുൽ ഹജ്ജിന്റെ 39 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ യുദ്ധത്തിനിരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിന്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരത്രേ അവർ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിന്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു. യുദ്ധത്തിനിരയാവുന്നവർക്ക് തിരിച്ചടിക്കാനുള്ള അനുമതിയാണ് ഇവിടെ നൽകപ്പെടുന്നത്. മദീനയിലെ താമസം 8 മാസം പിന്നിടുന്ന സന്ദർഭം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു 30 അംഗ മുഹാജിറുകളുടെ സംഘം ചെങ്കടലിന്റെ തീരത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 300 പേരടങ്ങുന്ന ഒരു സംഘത്തെ അവിടെ കണ്ടുമുട്ടുകയുണ്ടായി. എന്നാൽ രണ്ടു കൂട്ടരുമായി സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയുടെ ഇടപെടൽ മൂലം ഒരു ഏറ്റുമുട്ടലൊന്നും കൂടാതെ തന്നെ അവർ മടങ്ങുകയാണുണ്ടായത്. ചില വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഒക്കെ നടത്തിയതിനു ശേഷം ഇരു സംഘങ്ങളും പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. രണ്ടാമതായി ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 60 മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാസിലെ റാബിഗ് താഴ്വരയിലേക്ക് അയക്കുകയുണ്ടായി. ഇസ്ലാമിലെ ആദ്യത്തെ ശരം എന്നറിയപ്പെടുന്ന സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു എയ്ത ഒരു അമ്പൊഴിച്ചു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ ഒരു സംഘവും മടങ്ങിയെത്തി. അവിടെ അവർ കണ്ടുമുട്ടിയത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 200 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ്. ഈ ഒരു ഘട്ടത്തിൽ 2 പദങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഗസ്വ, സരിയ. ഗസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങൾക്ക് പറയുന്ന പേരാണ്. എന്നാൽ സരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടില്ലാത്ത എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച സൈനിക മുന്നേറ്റങ്ങളെ വിളിക്കുന്ന പേരാണ്.